എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോളിൻഡയിലാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഹെൻഡനിലായിരുന്നു എക്സ്പ്ലോർ ചെയ്തത്. ഹെൻഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ലണ്ടനിലുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ്. അതുപോലെ കോളിൻഡയിലും മറ്റൊരു ഡിസ്ട്രിക്റ്റാണ്. ഹെൻഡനോട് തൊട്ട് ചേർന്ന് കിടക്കുന്നതാണ്. നമ്മൾ കൂടുതലും ഷോപ്പ് ചെയ്യാറുള്ളത് കോളിൻഡയിലുള്ള അസ്ദ മോറിസൺസ് എന്ന് പറഞ്ഞ ഷോപ്പൊക്കെയാണ്. അപ്പോൾ അതും പിന്നെ ഇവിടെ ഫേമസ് ആയിട്ടൊരു മ്യൂസിയം ഉണ്ട്, RAF മ്യൂസിയം, അതുപോലെ കോളിൻഡയിൽ സ്റ്റേഷൻ. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ലൈൻ സൈക്കിളുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാറുകൾ ഒരു സൈക്കിൾ ഡിസ്റ്റൻസ് ബാക്കിലേ നിർത്താവും. എന്തായാലേ ഒരു റോഡിൽ സിഗ്നലിൽ സൈക്കിളുകാർക്ക് വേണ്ടി മാത്രം എന്താ ഈ കംപ്ലീറ്റ് ലൈൻ സൈക്കിളുകാർക്ക് യൂസ് ചെയ്യാം. സൈക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫ്രണ്ടിൽ, അതിൻ്റെ പിന്നിൽ മാത്രം ബാക്കി ഏത് വണ്ടി. നമുക്ക് സിഗ്നലായി റൈറ്റ് പോകാം. അപ്പോൾ ഈ കാണുന്നതും ഹെൻഡൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ. ഇത് വെസ്റ്റ് ഹെൻഡനാണ്. ഇപ്പോൾ നമ്മൾ ഈ ഉള്ളത് വെസ്റ്റ് ഹെൻഡനിലാണ്. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡായിട്ട് വരും. നമുക്ക് ഇതിലെ കയറിപ്പോൾ അവിടെ വണ്ടി ബ്ലോക്കാണ്. ലെഫ്റ്റിൽ എന്തോ കൺസ്ട്രക്ഷൻ നടക്കേണ്ടതെന്ന് തോന്നുന്നു. മൊത്തം ബ്ലോക്കാണ്. അപ്പോൾ വെസ്റ്റ് ഹെൻഡനിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഹാൽഫോർഡ് ഉണ്ട്. ഹാൽഫോർഡ് നമുക്ക് വണ്ടിയുടെ പാർട്സൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡ് കുറവാണ്, ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് എല്ലാം കിട്ടും. ഇപ്പോൾ ഓയിലും ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടും. എഞ്ചിൻ്റെ പാർട്സ് വെച്ച് ബാക്കിയെല്ലാം കിട്ടും. ഇപ്പോൾ ബൾബ് അങ്ങനെയുള്ള സാധനങ്ങൾ, വൈപ്പർ, എഞ്ചിൻ ഓയിൽ, കൂളൻ്റ്, ബാറ്ററി, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഹാൽഫോർഡ് കിട്ടും. കുറച്ച് എക്സ്പെൻസീവ് ആണെന്നാണ് കേട്ടേക്കണത്. എങ്കിലും ഞാൻ വണ്ടിയുടെ കുറച്ച് പാർട്സൊക്കെ ഇടയ്ക്ക് ഇവിടെ ഒന്ന് മേടിക്കാറുണ്ട് കേട്ടോ. ഞാൻ നേരതായി റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട്. ഇവിടെ റൈറ്റിലൊക്കെ പുതിയ ബിൽഡിങ്ങുകൾ, ഫ്ലാറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് പുതിയ വന്നതാണ്. ആദ്യം ഇവിടെ സെയിൻസ്ബറി ആയിരുന്നു. ഇപ്പോൾ പുതിയ ബിൽഡിംഗ് വന്നപ്പോൾ സെയിൻസ്ബറി ഇങ്ങോട്ട് മാറ്റി. കണ്ടോ, ഇതായി കാണുന്ന ഫ്ലാറ്റിൻ്റെ അടിയിൽ വലിയൊരു സൂപ്പർ മാർക്കറ്റായിട്ട് സെയിൻസ്ബറി ഉണ്ട്. കണ്ടോ, റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സെയിൻസ്ബറി. നമ്മൾ സെയിൻസ്ബറിയിൽ 1-2 പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി നേരെ കാണുന്നത് മാരുതിയുടെ ഷോറൂമാണ്. കണ്ടോ, മാരുതി അല്ല, സോറി, സുസുക്കി. ഇവിടെ മാരുതി ഇല്ല, ഇവിടെ സുസുക്കി ഉള്ളൂ. നമ്മുടെ സുസുക്കിയുടെ സ്വിഫ്റ്റും അതുപോലെ ബ്രീസ, അതിന് പകരം വിത്താര എന്ന് പറഞ്ഞിട്ടാണ്. നാട്ടിൽ വിത്താര ബ്രീസയാണ്, ഇവിടെ വിത്താര എന്ന് പറഞ്ഞിട്ടാണ് വണ്ടിയുള്ളത്. പിന്നെ എക്സ്പ്ലോർ ചെയ്തൊക്കെയോ വണ്ടി കിടപ്പുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇനി കോളിൻഡയിലോട്ട് കയറാൻ പോണേ. ഇവിടുന്ന് റൈറ്റ് പോയാലും കോളിൻഡയിലേക്ക് പോകാം. റൈറ്റ് പോയാൽ കോളിൻഡയിൽ വഴി നമുക്ക് നമ്മുടെ ഫ്ലാറ്റിലോട്ട് പോകാം. ഞാൻ അപ്പോൾ നേരെ പോകാൻ പോകുന്നത്. അപ്പോൾ നേരെ പോകുമ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് വരുന്ന മോറിസൺസ്, അസ്ദ, അൽദിയൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഷോപ്പിങ്ങിന് പോകാറുള്ള മോറിസൺസ്, അസ്ദ, അൽദി, അതുപോലെ അതിൻ്റെ അടുത്തുള്ള കുറേ ഷോപ്പുകളും, പിന്നെ കോളിൻഡയിൽ സ്റ്റേഷൻ. പിന്നെ കോളിൻഡയിലാണ് RAF മ്യൂസിയം ഉള്ളത്, റോയൽ എയർഫോഴ്സ് മ്യൂസിയം. വേൾഡ് വാറിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കുറേ എക്യുപ്മെൻറ്റ്സും ഫ്ലൈറ്റും ഒക്കെ വെച്ചിട്ടുള്ള ഒരു മ്യൂസിയമാണ്, വലിയൊരു മ്യൂസിയം. അത് നമുക്ക് മറ്റൊരു ദിവസം വീഡിയോ ചെയ്യാം കേട്ടോ. അതായത് ടൊയോട്ടയുടെ ഷോറൂം ഇവിടെ കുറേ കാറിൻ്റെ ഷോറൂംസ് ഉണ്ട്. ലെഫ്റ്റിൽ ടൊയോട്ട, റൈറ്റിൽ ലെക്സസ്, പിന്നെ കുറച്ചുകൂടി അങ്ങ് ചെന്ന് കഴിയുമ്പോൾ ഫോർഡിൻ്റെ ഉണ്ട്. പിന്നെ കോളിൻഡയിൽ നിന്ന് അങ്ങോട്ട് മാറി എഡ്ജ്വെയറിലേക്ക് പോകുന്ന വഴിക്ക് ബെൻസിൻ്റെ ഷോറൂം. ഇവിടെ കോളിൻഡയിലേക്ക് കയറി, നമ്മൾ കോളിൻഡയിലാണിത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കുറേ ഷോപ്സൊക്കെ ഉണ്ട്. ഒരുപാട് കടകളുണ്ട്. അതുപോലെ ഒരുപാട് ഇന്ത്യൻസ് താമസിക്കുന്ന ഏരിയയും കൂടിയാണ്. ഇപ്പോൾ നമ്മൾ അസ്ദയിലും മോറിസൺസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇന്ത്യൻ ഗ്രോസറി ഒരുപാട് ഈ ഷോപ്സിൽ അവൈലബിൾ ആണ്. ഇവിടുത്തെ കോളിൻഡയിൽ, അസ്ദയിൽ നമുക്ക് ഇന്ത്യൻ സാധനങ്ങൾ കുറേ കിട്ടും. പിന്നെ കാരണം ഇവിടെ ഇന്ത്യൻസ് കൂടുതലുള്ളതുകൊണ്ടാണ്. ഇവിടെ കിങ്സ്ബറിയിലൊക്കെ ഇന്ത്യൻസ് കൂടുതലുള്ളതാണ്. കിങ്സ്ബറി ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ഇതൊരു ബ്ലാക്ക് കാർ പോകണുണ്ട്, പോലീസ്. ലെഫ്റ്റിൽ MGയുടെ ഷോറൂം, ഫോർഡിൻ്റെ, MGയും ഫോർഡും ലെഫ്റ്റിലെ ഷോറൂം. ഇത് റൈറ്റ് സൈഡിൽ മാക്ഡൊണാൾഡ്സ് ഉണ്ട് കേട്ടോ. നമുക്കിവിടെ സിഗ്നലാണ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സിഗ്നലിൽ ലെഫ്റ്റിലായിട്ട് കിയയുടെ ഷോറൂമുണ്ട്. ഇവിടുന്ന് റൈറ്റ് പോയാലും നമുക്ക് നമ്മുടെ ഫ്ലാറ്റിലോട്ട് പോകാം. ഞാൻ ആദ്യം ഇതിലെ ആ വരുന്ന റോട്ടിലൂടെ കയറി വരാമെന്ന് ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ ഒന്നുകൂടി കറങ്ങി കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നുകൂടി കറങ്ങിയത്. നമ്മുടെ ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല കേട്ടോ. തേരാപ്പാരയാണ്. കാരണം മാപ്പൊന്നും യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് തോന്നുന്ന റോട്ടിൽ കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം. നമുക്ക് അറിയാവുന്ന വഴികളൊക്കെ തന്നെയാണ്. അറിയില്ലാത്ത വഴിയിൽ പോയാലും തിരിച്ച് അറിയുന്ന വഴിയിൽ എത്തിപ്പെടും. എവിടെയെങ്കിലും വെച്ച് വഴി മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാപ്പ് യൂസ് ചെയ്യാം എന്ന പ്ലാനിലാണ് ഇറങ്ങിയേക്കണേ.
പലതും പരിചയമുള്ള വഴി ആയതുകൊണ്ട് കുഴപ്പമില്ലാന്ന് വിചാരിക്കണം. ഇവിടെ റോഡ് വർക്ക് നടക്കുന്ന കാരണം കൊണ്ട് ചെറിയ ബ്ലോക്ക് ഉണ്ട് എപ്പോഴും. ചെറുതല്ല, സമഞ്ഞ നല്ല ബ്ലോക്ക് ഉണ്ട് എപ്പോഴും. നമുക്ക് റൈറ്റിലൂടെ കട്ട് ചെയ്ത് കയറി പോകാം. 204 സെയിൻസ്ബറി ടൗൺ. ഇവിടെ സിഗ്നൽ എന്തോ പ്രശ്നമുണ്ട്. കുറേ നാളായി ഇവിടെ വർക്ക് തുടങ്ങിയിട്ട്. അതെന്താ തീർക്കാത്തതെന്ന് മനസ്സിലാവില്ല. ചില വർക്കുകൾ അങ്ങനെയാണ്, കുറേ സമയം എടുക്കും. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 1 മാസത്തിൽ കൂടുതലായി. ഇവിടെ ഗ്രീൻ ആകുമ്പോൾ തൊട്ടടുത്ത് ഒരു 100 മീറ്റർ അകലെ അടുത്ത സിഗ്നലുണ്ട്, അവിടെ റെഡാണ്. ഗ്രീൻ. കിട്ടി ഗ്രീൻ കിട്ടി. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് മോറിസൺസിലേക്കുള്ള പാർക്കിങ്ങിലോട്ട് പോകാനായിട്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ മോറിസൺസിൻ്റെ പാർക്ക്. നമുക്ക് ബസ് ലൈനിൽ കൂടെ കയറിപ്പോൾ സൈക്കിളാർക്ക് എന്ത് ബസ് ലൈൻ. ഈ ബസ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചില ടൈമിങ്ങിൽ ഇതിലെ ബസ് മാത്രമേ പോകാൻ പാടുള്ളൂ. കാറോ മോട്ടോർ സൈക്കിളൊക്കെ കയറി കഴിഞ്ഞാൽ, മോട്ടോർ സൈക്കിൾ പോകുന്ന എനിക്ക് തോന്നുന്നത്, അതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. കാറ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫൈൻ കിട്ടും. പിന്നെ നൈറ്റ്, പിന്നെ ചില ടൈമുകളുണ്ട്, ആ ടൈമിൽ കുഴപ്പമില്ല. മോട്ടോർ സൈക്കിളിന് പോകാം, അവിടെ എഴുതിയിട്ടുണ്ട്. ടാക്സിക്കും പോകാം. 7 AM to 7 PM, രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ടാക്സി, സൈക്കിള്, ബസ് മാത്രം ഈ ബസ് ലൈനിൽ. അത് കഴിഞ്ഞാൽ 7 മണി കഴിഞ്ഞപ്പോൾ മറ്റു വണ്ടികൾക്കും പോകാം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മോറിസൺസ്. കണ്ടോ, വലിയ ഷോപ്പാണ്, വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ നമ്മൾ സാധാരണ മേടിക്കാറ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അസ്ദയുണ്ട്. ഈ ലെഫ്റ്റിൽ കാണുന്ന അസ്ദ എന്ന് പറയുന്ന ഷോപ്പാണ്. നമ്മൾ ഈ 2 ഷോപ്പിൽ നിന്നായിട്ടാണ് കൂടുതൽ സാധനങ്ങൾ മേടിക്കാറ്. ആദ്യം ഞാൻ സ്ഥിരം മോറിസൺസിന് മാത്രമായിരുന്നു. ഭയങ്കര പൈസ കൂടുതലായതുകൊണ്ട് പയ്യ അസ്ദയിലേക്ക് മാറി. അപ്പോൾ എന്നാലും ചില സാധനങ്ങൾ അസ്ദയിൽ റേറ്റ് കൂടുതലും മോറിസൺസിൽ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില സാധനങ്ങൾ മോറിസൺസിൽ മേടിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വെളിച്ചെണ്ണ മേടിക്കാൻ വന്നു. വെളിച്ചെണ്ണയ്ക്ക് അസ്ദയിൽ 8 പൗണ്ടൊക്കെ പറഞ്ഞു. ഇവിടെ 6 പൗണ്ടിന് ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ സെലക്ട് ചെയ്ത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എന്താ പറയുക, പൈസ ലാഭിക്കാം. ഇത് കാണുന്ന അസ്ദയുടെ മെയിൻ എൻട്രൻസ്, അവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. മെയിൻ എൻട്രൻസ് ഇവിടെ, കാർ പാർക്കിംഗ് ഇവിടെയാണ്. കണ്ടില്ലേ, ഇതാ ഈ കാണുന്നതാണ് ഇവിടുത്തെ കാർ പാർക്കിങ്. താഴത്ത് മുകളിലൊക്കെ ആയിട്ട് ഒരുപാട് കാർ പാർക്കിംഗ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള റോഡുണ്ടല്ലോ, ആ കാർ പോകുന്നുണ്ടോ, അതിലേ നമുക്ക് മോറിസൺസിലോട്ട് പോകട്ടോ. മോറിസൺസിലെ പാർക്കിങ്ങിലോട്ടുള്ള വേറെ എൻട്രൻസ് ആണിത്. ഇതിലെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ആ സിഗ്നലിൽ നമുക്ക് ചെന്ന് കയറാം. ഇനി ഇവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളിൻ്റെയിൽ ഇവിടെ തീരും. ഇവിടെ നിന്ന് കുറച്ചുകൂടി അങ്ങ് പോയാൽ പിന്നെ എഡ്ജ്വെയർ അല്ല, ബേൺഡോക്ക് സ്റ്റാർട്ട് ചെയ്യും. ബേൺഡോക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ നിന്ന് കുറച്ച് മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു കാർ വാഷൊക്കെ ഉണ്ട്. കണ്ടോ, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 44 മിനിറ്റ്, 322 കലോറി. സോ ഫാർ സോ ഗുഡ്. അപ്പോൾ നമുക്കൊന്നുകൂടി പോകുന്നത് ഇവിടെ ലെഫ്റ്റിൽ അൽദി. അത് ചെറിയൊരു ഷോപ്പാണ്. ഈ മോറിസൺസും അസ്ദയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ഷോറൂമാണ് അൽദി. അപ്പോൾ ഈ മോറിസൺസും അസ്ദയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ് അൽദി. അസ്ദ കണ്ടില്ല, ഭയങ്കര വലുതാണ്. മോറിസൺസ് ഇതുപോലെ തന്നെ ഉണ്ടോ, വലിയതാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നന്ദൂസിൻ്റെ ഷോപ്പുണ്ട്. നമുക്ക് സിഗ്നലായി വിട്ട് കയറി പോകാം. അല്ലെങ്കിൽ ബാക്കിലെ വണ്ടിക്കാരൻ നല്ല ഹോൺ അടിക്കും. നമ്മൾ തിരിച്ചു വരാണ്. ഇപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലായി അസ്ദയും മോറിസൺസും. ഈ മോറിസൺസിലും അസ്ദയിലും നമ്മൾ വന്ന് ഷോപ്പ് ചെയ്യണം. എൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് എങ്ങനെയാണെന്നും ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം, ഒരു ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഷോപ്പ് ചെയ്യുന്ന ഒരു ദിവസം വന്ന് ഷോപ്പ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ കിട്ടും, നമ്മുടെ ഇന്ത്യൻ ഗ്രോസറീസൊക്കെ ഇവിടെ കിട്ടുമോ, എങ്ങനെയാണ് ഞങ്ങൾ സാധനങ്ങൾ മേടിക്കുന്നത്, നമുക്ക് എത്ര എക്സ്പെൻസ് വരുന്നുണ്ട് ഒരു വീക്കിലി. നമ്മളൊരാഴ്ചയിലേക്കാണ് പർച്ചേസ് സാധാരണ. ആഴ്ചയിൽ സാധനങ്ങൾ മേടിക്കും. ഇപ്പോൾ ചില പൊടികളും സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തേക്കൊക്കെ ഉണ്ടാവും, അരിയൊക്കെ ഉണ്ടാവും. ബാക്കി ഫ്രൂട്ട്സ്, മീറ്റ് സാധനങ്ങളൊക്കെ ആഴ്ചയിലാണ് മേടിക്കാറ്. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഷോപ്പിംഗ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഒരാഴ്ച ഞാനിവിടെ വന്ന് ഷോപ്പ് ചെയ്യണം. എൻ്റെ വീട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഗ്രീനാണ്, സിഗ്നൽ റെഡ് ആവണേക്കുമ്പോൾ നമുക്ക് വേഗം വിട്ടടിച്ച് പോകാം. നമുക്കിവിടെ ഷോർട്ട് കട്ട് എടുക്കാം. സിഗ്നലിൽ കിടന്നു കഴിഞ്ഞാൽ പണി പാടും, കുറേ സമയം പോകും. നമ്മുടെ ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ശരിക്കും നമ്മളതിൽ കയറി വരാൻ പാടില്ലെന്നാണ്. പക്ഷേ ആൾക്കാരൊക്കെ ഒരുപാട് പോകുന്നുണ്ട്, അതുകൊണ്ട് ആരും കാര്യമൊന്നും. അപ്പോൾ ഇത് കോളിൻ്റെയിലിൻ്റെ ഒരു ഭാഗമാണ്. ഇനി നമ്മൾ കോളിൻ്റെയിൽ സ്റ്റേഷൻ്റെ ഭാഗത്തേക്കാണ് പോകണേ. ഇപ്പോൾ 204 പോകുന്നത് കോളിൻ്റെയിൽ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ടാണ്. അപ്പോൾ നമ്മുടെ ബാക്കിൽ വണ്ടിയുണ്ട്, പക്ഷേ അയാൾക്ക് കണ്ടോ റൈറ്റ്സിൽ സ്ഥലം ഇനഫ് ഇല്ലാത്തതുകൊണ്ട് കയറി പോകണില്ല. ഇപ്പോൾ കയറും, കണ്ടോ പുള്ളി കറക്റ്റായിട്ട് നമ്മളെ ഫോളോ ചെയ്ത് ഗ്യാപ്പ് വന്നപ്പോൾ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയി. അങ്ങനെ നമ്മൾ കോളിൻ്റെയിൽ സ്റ്റേഷനിലെത്തി. അപ്പോൾ നമ്മുടെ നേരത്തെ കാണിച്ച ഹെൻഡൻ സ്റ്റേഷൻ കഴിഞ്ഞാൽ ട്രെയിൻ വരുന്നത് ഇവിടേക്കാണ്, ട്യൂബ് ട്രെയിൻ. എന്നാൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് 125 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് വിഞ്ചുമോർ ഹില്ലോട്ടാണ് 125 എന്ന് പറഞ്ഞ ബസ് സ്റ്റാർട്ട് ചെയ്യണേ. ഇതാണ് കോളിൻ്റെയിൽ സ്റ്റേഷൻ. ഈ ലെഫ്റ്റിൽ കാണുന്നതായിരുന്നു ഫസ്റ്റ് സ്റ്റേഷൻ. ഇപ്പോൾ സ്റ്റേഷൻ മാറി പുതിയ സ്റ്റേഷൻ പണിത്.
കണ്ടോ പുതിയ സ്റ്റേഷൻ്റെ പണിയൊക്കെ കഴിഞ്ഞു, നല്ല അടിപൊളിയായി. ആരും ക്രോസ് ചെയ്യില്ലെന്ന് തോന്നുന്നു, നമുക്ക് പോവാം. ഇതാ കണ്ടില്ലേ, ഇതാണ് സ്റ്റേഷൻ. ഇവിടെ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏരിയ കണ്ടു. ഈ ഫ്ലാറ്റ് കണ്ടില്ലേ, കുറച്ചുകൂടി ലക്ഷറി ഫ്ലാറ്റുകളും ഒരുപാട് ഫ്ലാറ്റുകളുണ്ട് ഇവിടെ. റെൻറ്റും അതുപോലെ തന്നെ നല്ല റെൻറ്റാണ്. എല്ലാം പുതിയ ഫ്ലാറ്റുകളാണ്. ഈ റൗണ്ട് അബൌട്ടിൽ നിന്ന് നമുക്ക് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളിൻഡേൽ പോലീസ് സ്റ്റേഷൻ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ RIF മ്യൂസിയം. ഇവിടുന്ന് റൈറ്റ് പോകുന്നുണ്ടെങ്കിൽ നമ്മളത് ഇത് ഫസ്റ്റ് എക്സിറ്റ്, സെക്കൻഡ് എക്സിറ്റിലൂടെ നേരെ പോകുന്നു. തേർഡ് എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്ലാറ്റിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നേരെ ഒന്ന് പോയി മ്യൂസിയം കവർ ചെയ്തിട്ട് വരാം. ഇവിടെ ഒരു സെയിൻസ്ബറി ഉണ്ട് ലെഫ്റ്റിൽ കണ്ടോ. ഇതൊരു ചെറിയ സെയിൻസ്ബറിയാണ്, സെയിൻസ്ബറി ലോക്കൽ. ഇതിന് നേരെ കാണുന്ന കണ്ടൊരു ബിൽഡിങ്, അതാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. മെട്രോപൊളിറ്റൻ പോലീസ് സ്റ്റേഷൻ, കോളിൻഡേൽ പോലീസ് സ്റ്റേഷൻ. ഇവിടെ ഇതിൻ്റെ ഉള്ളിലോട്ട് കുറേ വണ്ടികളുണ്ടാവും. ഇവർ എവിടെ നിന്നൊക്കെ വണ്ടി വന്നെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ എമർജൻസി വന്നാൽ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വന്നതാണ്. ഈ സ്റ്റേഷനിൽ നമ്മൾ ഒരിക്കൽ വന്നിട്ടുണ്ട് കേട്ടോ, ഒത്തിരിക്കല്ല 2 പ്രാവശ്യം. അപ്പോൾ ഇവിടെ സ്റ്റേഷനിൽ എന്തിനാണ് വന്നതെന്നുള്ള കാര്യം ഞാൻ പറയാം കേട്ടോ. അതിക്കുമ്പോൾ ഈ കാണുന്നതാണ് റോയൽ എയർഫോഴ്സ് മ്യൂസിയം. കണ്ടോ, പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടിപ്പുറത്തായിട്ട്. ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിലോട്ട് ഉണ്ട് ഒരുപാട് ഹാങ്ങറുകളുണ്ട്. ഹാങ്ങർ 6 അവിടെ കാണാം, ഹാങ്ങർ 5 ഉണ്ട്, ഹാങ്ങർ 3, ഹാങ്ങർ 4. നമ്മൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ എൻട്രി. നമുക്ക് ഫ്രീ ആണ് ആക്ച്വലി. കയറി കാണാനുണ്ട് കേട്ടോ. നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് സ്പെൻഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു 1 ഡേ സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾ ലണ്ടനൊക്കെ കാണാൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മിസ് ചെയ്യരുത് ഈ സ്ഥലം. ഇത് വൺ ഓഫ് ദി ബെസ്റ്റാണ്. നമുക്കൊരു 1 ഡേ സ്പെൻഡ് ചെയ്യാനുണ്ട്. നമുക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഇതിനകത്ത് ഒരുപാട് ഫ്ലൈറ്റുകൾ നമുക്ക് എന്താ പറയുക, വേൾഡ് വാറിലും ആ ടൈമിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള 90s-ലും 80s-ലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫ്ലൈറ്റുകൾ, അതുപോലെ അവർ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡുകൾ ഈ യുദ്ധത്തിനൊക്കെ വേണ്ടിയിട്ട്, അതുപോലെ പഴയ ഓഫീസേഴ്സിൻ്റെ എക്യുപ്മെൻറ്റ്സും ഡ്രസ്സും, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, എല്ലാം ഒറിജിനൽ സാധനങ്ങൾ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാമെന്ന് പറയുന്നത് ഭയങ്കര, കാണാൻ നമുക്ക് ടച്ച് ചെയ്യാം. പല കാര്യങ്ങളും അവർ അതിൻ്റെ എന്താ പറയുക ചെറിയ ഡെമോകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ലണ്ടനൊക്കെ കാണാനായിട്ട് UK-യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്, പല മലയാളീസൊക്കെ. അപ്പോൾ അവരൊക്കെ വന്നേച്ചും നമ്മുടെ ടവർ ബ്രിഡ്ജും അതുപോലെ ലണ്ടനിലെ സെൻട്രൽ ലണ്ടനിലുള്ള പല കാര്യങ്ങളും കണ്ട് തിരിച്ചു പോകാണ് പതിവ്. പക്ഷേ ഇത് മിസ് ചെയ്യും. കാരണം ഇത് സെൻട്രൽ ലണ്ടനിൽ നിന്ന് ഒരല്പം മാറിയിട്ടാണ്, പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഇതാണിപ്പോൾ RIF മ്യൂസിയം, റോയൽ എയർഫോഴ്സ് മ്യൂസിയം. നമുക്ക് ഇഷ്ടം പോലെ വിശാലമായൊരു കാർ പാർക്കിംഗ് തന്നെ ഇവിടെ ഉണ്ട്. കണ്ടോ, കാർ പാർക്കിംഗ് ഏരിയ കാണുന്നത്. വെൽക്കം, ഫ്രീ എൻട്രി. അപ്പോൾ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്, മസ്റ്റ് ട്രൈ. നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത് ഈ സ്ഥലം കേട്ടോ. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം. ഒരു ദിവസം വന്ന് നമുക്കിത് എക്സ്പ്ലോർ ചെയ്ത് പോയിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതൊരു സ്കൂളിൻ്റെ ഗ്രൗണ്ടൊക്കെയാണ്. അതുപോലെ വേൾഡ് വാറിൻ്റെ സമയത്ത്, എനിക്ക് ഇൻഫോർമേഷൻ കറക്റ്റല്ല, വേൾഡ് വാറിൻ്റെ സമയത്ത് ഇത് ഇവരുടെ എയർ സ്ട്രിപ്പായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എന്തോ ഒരു പ്രത്യേകതയും കൊണ്ട് ഈ മ്യൂസിയം നിൽക്കുന്ന സ്ഥലത്തിനുണ്ട്. ഇതൊരു വലിയ ഗ്രൗണ്ടായിരുന്നു, ഇപ്പോൾ അത് മ്യൂസിയവും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ചുരുങ്ങിയെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ എന്തോ ഒരു ഹിസ്റ്ററിയും കൂടി ആ സ്ഥലത്തിനുണ്ട്. അപ്പോൾ അത് ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യണേ. നമുക്ക് ഇവിടെ നിന്ന് പയ്യെ യൂട്ടേൺ അടിച്ച് തിരിച്ചു പോകാം. ഇതാ ഇവിടെ നമുക്ക് സൈക്കിളിന് പോകാൻ വേണ്ടിയിട്ട് ഈ ലൈഫിൽ കണ്ടത് ബോർഡ് കണ്ടില്ലേ, ഇത് സൈക്ലിസ്റ്റിന് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് സൈക്കിളിനും പോകാവുന്നതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ പെഡസ്ട്രിയന് മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾ റോട്ടിലൂടെ പോകണം. അപ്പോൾ ഇവിടെ റോട്ടിലൂടെ പോകാൻ പാടില്ല, അതുകൊണ്ടാണ്. കാരണം അവിടെ കണ്ടില്ലേ റൈറ്റ് സൈഡിൽ പാർക്കിംഗ് കണ്ടോ, നിങ്ങൾ ഈ പാർക്കിംഗ് ശ്രദ്ധിച്ചോ, അതെല്ലാം ലീഗൽ പാർക്കിംഗ്. അവിടെ ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിൻ്റെ അവിടെ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാം. പക്ഷേ പെർമിറ്റ് ഹോൾഡേഴ്സിന് മാത്രം പാർക്ക് ചെയ്യാമോ, അതിന് ടൈമുണ്ട്. ആ ടൈം ലിമിറ്റിൽ 9 to 4, രാവിലെ 9 തുടങ്ങി 4 മണി വരെ പെർമിറ്റ് ഹോൾഡേഴ്സ് ഉണ്ട്. CLC എന്ന് പറയുന്ന ഒരു സോണാണത്. അപ്പോൾ അവിടെ പാർക്കിംഗ് പെർമിറ്റ് എടുത്തവർക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. അല്ലാത്തവർ പാർക്ക് ചെയ്താൽ ഫൈൻ കിട്ടും. ഈ സമയത്തായാലും 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മണി പാർക്ക് ചെയ്യാം. അപ്പോൾ അവിടെ പാർക്ക് ചെയ്യുമ്പോൾ അപ്പുറ ട്രാക്കിൽ കൂടെ പോകുന്ന വണ്ടികൾക്ക് സ്പേസ് കുറവാണ്. അപ്പോൾ ഇതിലൂടെ ഒരു സൈക്കിളുകാരനും കൂടി പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര കൺജഷനാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ സൈഡിൽ സൈക്ലിസ്റ്റിന് വേറൊരു ട്രാക്ക് കൊടുത്തേക്കുന്നത്, മനസ്സിലായോ? അല്ലെങ്കിൽ അതിൽ സൈക്കിൾ പോകുമ്പോൾ, കാരണം ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല, ഓവർടേക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ വണ്ടികൾ പിന്നിൽ വരും. കുറച്ച് ബിസി ആയിട്ടുള്ള റോഡ് തന്നെ അതും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അവിടെ വരെ സൈക്ലിസ്റ്റിന് ഇതിൽ തന്നെ പോകാം. ഇതാണ് നമ്മുടെ മ്യൂസിയത്തിൻ്റെ കാർ പാർക്കിംഗ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചത് ആ വഴിക്ക് തന്നെ തിരിച്ചു വന്നിട്ടിരിക്കുന്നത്. ഇനി കുട്ടികളെ കൊണ്ട് വരുന്നവർക്കായാലും കുട്ടികൾക്കും ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ.
ഇപ്പോൾ കണ്ട ചങ്ങാതി ഡ്രൈവിങ്ങിൻ്റെ ഇൻസ്ട്രക്ടറാണ്. ഇൻസ്ട്രക്ടറല്ല, നമ്മുടെ RTO പോലെ പുള്ളി ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്യിക്കുന്ന ആളാണ്. അപ്പോൾ ഇന്നത്തെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകണമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമുക്ക് കുട്ടികളെയൊക്കെ കൊണ്ടുവരാം. കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയ പാർക്കുണ്ട്, കഫ്റ്റേരിയ ഉണ്ട്. കുട്ടികൾക്കും ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ഫ്ലൈറ്റുകൾ അതിനകത്ത് കയറി ഇരിക്കാം. അവർക്ക് വലിയ യുദ്ധത്തിനൊക്കെ യൂസ് ചെയ്ത വലിയ ഫ്ലൈറ്റുകളുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി നടക്കാം. അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അപ്പോൾ ലണ്ടനിൽ വന്നവർ തീർച്ചയായിട്ടും മിസ്സാക്കരുത് RAF മ്യൂസിയം, കോളിൻഡെയിൽ, റോയൽ എയർഫോഴ്സ് മ്യൂസിയം കേട്ടോ. നമ്മൾ വീണ്ടും പോലീസ് സ്റ്റേഷൻ്റെ അവിടേക്ക് വന്നു. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വന്ന കഥ പറഞ്ഞില്ലല്ലോ. പോലീസ് സ്റ്റേഷനിൽ വന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഒരു ദിവസം കഴിഞ്ഞ വർഷം ഈ സമയത്ത് നമ്മുടെ ഈസ്റ്ററൊക്കെ കഴിഞ്ഞ്, ഈസ്റ്ററിൻ്റെ സമയത്ത് വന്നോണോ, ആ ടൈമിൽ എനിക്ക് ഒരു നോട്ടീസ് വരാണ്, പെനാൽറ്റി നോട്ടീസ്. നമ്മുടെ വണ്ടി റൈറ്റിൽ പാർക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു സൈഡിൽ ടേൺ ചെയ്ത് പാർക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു 60-70 പൗണ്ടിൻ്റെ പെനാൽറ്റി വരാണ്. അപ്പോൾ ഞാനിത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വണ്ടി കാണുമ്പോൾ നമ്മുടെ വണ്ടി പോലെ തന്നെ കഷ്കായി, നമ്മുടെ വണ്ടിയുടെ നമ്പർ, ബാക്കി കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ റോട്ടിൽ ഞാൻ പോയിട്ടില്ല. ആ ടൈമിൽ, ആ ഡേറ്റും ടൈമിലും ഞാൻ അങ്ങോട്ട് പോയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിൻ്റെ പരിസരത്തെ കൂടെ ആ ദിവസങ്ങളിൽ ട്രാവൽ ചെയ്തുകൊണ്ട് അപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡായി. കാരണം സെൻട്രൽ ലണ്ടനിൽ വെച്ചിട്ടായിരുന്നു സംഭവം. അപ്പോൾ ഞാൻ ഇവാനൊരു സൈക്കിൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ ദിവസങ്ങളിൽ അതിലൂടെ പോയിരുന്നു. അപ്പോൾ ഈ നോട്ടീസ് കിട്ടിയപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡായി. ഞാൻ പിന്നെ എൻ്റെ പോയ ഡേറ്റും കാര്യങ്ങളും കോൾസും ഒക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ ഞാൻ കൺഫേം ചെയ്തു ഞാൻ പോയിട്ടില്ല എന്നുള്ളത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇത് പിന്നെ ഇവർക്ക് ഞാൻ ഡേറ്റ് മാറി വന്നതാണോ എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഞാനിത് വീണ്ടും ഇരുന്ന് സ്റ്റഡി ചെയ്തു, ഫോട്ടോസും ഇമേജസൊക്കെ എടുത്തു, ഗൂഗിളിൽ കയറിയിട്ട് ആ ലൊക്കേഷൻ എടുത്തു, അവിടെയുള്ള ഷോപ്പുകളുടെ ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഒരു വിധത്തിലും അതിലൂടെ ട്രാവൽ ചെയ്തിട്ടില്ല. ആ റൂട്ടൊക്കെ ഞാൻ കുറേ ചെക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ വണ്ടിയല്ല. വീണ്ടും ഞാൻ വണ്ടിയുടെ ഫോട്ടോ നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ വണ്ടി സെയിം കളറ്, സെയിം നമ്പർ, സെയിം കഷ്ടായി, പക്ഷേ വേരിയൻ്റ് വ്യത്യാസമുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ വണ്ടി എൻടെക് ആണ്, പിക്ചറിലുള്ളത് ആക്സെൻ്റ എന്ന് പറയുന്ന മോഡലാണ്, അതിൻ്റെ ബേസ് മോഡലാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഭവം ക്ലോണിങ് ആണെന്നുള്ളത്. അതായത് നമ്പർ പ്ലേറ്റ് നമ്മുടെ വണ്ടിയുടെ യൂസ് ചെയ്ത് വേറെ വണ്ടി ഓടുന്നുണ്ടെന്ന്. ഞാൻ എന്നിട്ട് ഈസ്റ്ററിൻ്റെ അന്നാണെന്ന് എൻ്റെ ഓർമ്മ. അതെ, ഈസ്റ്ററിൻ്റെ അന്ന് സൺഡേ ഇവിടെ സ്റ്റേഷനിൽ വന്നു. സ്റ്റേഷനിൽ വന്നിട്ട് നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരൊരു നമ്പർ തന്നു നമുക്ക്. ഇവരൊരു അത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ആയതിൻ്റെ ഒരു നമ്പർ തന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ നമ്പർ വെച്ച് നിങ്ങൾക്ക് ഈ PCN ചലഞ്ച് ചെയ്യാം. അപ്പോൾ അതിക്ക് മുമ്പ് ഈ നോട്ടീസ് കിട്ടിയപ്പോൾ ഞാൻ ചലഞ്ച് ചെയ്യാൻ നോക്കി, അവർ അക്സെപ്റ്റ് ചെയ്തില്ല. അതിന് ശേഷം ഞാൻ വന്നിട്ട് വീണ്ടും കംപ്ലയിൻറ്റ് ചെയ്തു പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു. ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ പരിപാടി. നമ്മളവിടെ ചെല്ലുന്നു, വെയിറ്റ് ചെയ്യുന്നു, നമ്മുടെ ടേൺ ആവുന്നു, കാര്യങ്ങൾ പറയുന്നു, ഞാൻ അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും കൊടുക്കുന്നു, വണ്ടിയുടെ പിക്ചർ, എൻ്റെ വണ്ടിയുടെ പിക്ചർ, ആ വണ്ടിയുടെ പിക്ചർ എല്ലാം കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടി ആ സമയത്ത് എവിടെ ഉണ്ടായിരുന്നു. നമ്മളിത് കോളനി സ്റ്റേഷനിൽ തിരിച്ചെത്തി. ഇവിടെ ഒരു പാർക്കുണ്ട് ലെഫ്റ്റിൽ, ആ പാർക്കിലോട്ട് പോകാൻ വേണ്ടി വന്നേക്കണേ. നമുക്ക് ആ പാർക്കിലോട്ട് കയറാം. ഓക്കെ, അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ അവരോട് എല്ലാ പ്രൂഫും ഉണ്ട്. എൻ്റെ വണ്ടി ഞങ്ങളുടെ കാർ പാർക്കിങ്ങിലായിരുന്നു ആ ടൈമിൽ കിടന്നിരുന്നത്. അതായത് നമ്മുടെ സെക്യൂർ ആയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിംഗ് ആണ്. കോളിൻഡെയിൽ പാർക്കിലാട്ടോ, ഇതാണ് കോളിൻഡെയിൽ പാർക്ക്. ചെറിയൊരു പാർക്കാണ് ഇത്. കോളിൻഡെയിലിൻ്റെ മെയിൻ പാർക്കല്ല, ഇവിടെ ഒരു ചെറിയ പാർക്ക് ഈ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ. ഇത് കൂടാതെ അപ്പുറത്തൊക്കെ വേറെ പാർക്കുകളുണ്ട്, വലിയ പാർക്കുകളുണ്ട്. ഇവിടുന്ന് ട്രെയിൻ പോകും. അപ്പോൾ ഞാൻ ആ ട്രെയിൻ പോകാൻ പോകണത് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. ഹെൻഡനിൽ നിന്ന് വന്നതാണ് ആ ട്രെയിൻ. അപ്പോൾ പോലീസ് സ്റ്റേഷൻ നമ്മൾ എല്ലാ പ്രൂഫും കൊടുത്തു, എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു. ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടി ഈ സമയത്ത് നമ്മുടെ കാർ പാർക്കിംഗ് തന്നെ ഉണ്ടായിരുന്നു, അവിടെ CCTV ഉള്ളതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പരിശോധിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തു. അവർ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് ആ നമ്പർ നമുക്ക് എഴുതി തന്നു. എന്ന് പറഞ്ഞു ഈ നമ്പർ വെച്ച് നിങ്ങൾ ചലഞ്ച് ചെയ്താൽ മതി, അതുപോലെ ഇനി എന്തെങ്കിലും PCNs വരാണെങ്കിലും ചലഞ്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ PCN ഞാൻ അത് വെച്ചിട്ട് ചലഞ്ച് ചെയ്തു. അങ്ങനെ നമുക്കത് ഇവർ ക്യാൻസൽ ചെയ്ത് തന്നു. അതിനുശേഷം ഒരു 2 എണ്ണം കൂടി വന്നു. 2 എണ്ണം വന്നത് പെട്രോൾ പമ്പിൽ കയറി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു, പൈസ കൊടുത്തില്ല, ഫോട്ടോ ഉൾപ്പെടെ. അപ്പോൾ ഏതോ ഒരു ആഫ്രിക്കക്കാരനായിരുന്നു, അയാളുടെ ഫോട്ടോ അതിനകത്ത് വ്യക്തമാണ്, വണ്ടിയും വ്യത്യാസമാണ്. ഞാൻ അവരെയും ഇതുപോലെ തന്നെ വണ്ടിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചലഞ്ച് ചെയ്തു. അങ്ങനെ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് രണ്ടും ക്യാൻസലായി. പിന്നെ ഒരു ദിവസം ന്യൂ കാസ്റ്റിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ വെച്ച് നമ്മളെ പോലീസ് പിടിച്ചു. വെളുപ്പിന് 3 മണിക്ക് ഞാൻ പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അത്യാവശ്യം ഉറക്കത്തിൻ്റെ ഒരു മൂഡിലാണ് വരുന്നത്. പെട്ടെന്ന് ഒരു വണ്ടി ബാക്കിൽ കൂടെ വന്നു. നമ്മളെ മോട്ടോർ വേയിലാണ്, നല്ല സ്പീഡിൽ 70 മൈൽ സ്പീഡിൽ വരുന്നു. ആ സമയത്ത് നമ്മളെ 3 വണ്ടി ഉണ്ടായിരുന്നു. 3 വണ്ടിയും കൂടി ചേർത്ത് സൈഡിലോട്ട് ഒതുക്കിച്ചു. ഞാൻ പെട്ടെന്ന് വണ്ടി ചവിട്ടി, വിത്തിൻ സെക്കൻഡ്സ് എല്ലാം നടന്ന്. പെട്ടെന്ന് അവർ പുറത്തേക്ക് ഇറങ്ങി വന്നു, കീ ഊരാൻ നോക്കി. അപ്പോൾ ഞാൻ വണ്ടി ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു, മിറർ താത്തി, ഗ്ലാസ് താത്തി,
അപ്പോൾ അവർ ചോദിച്ചു ഇത് ക്ലോൺഡാണോ ഒറിജിനലാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ മനസ്സിലായി, കാരണം പോലീസ് പിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായില്ല നമ്മൾ റൂട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടാണ് പിടിക്കണേന്നുള്ള ധാരണയായിരുന്നു. പക്ഷേ അവർ ആ ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മിസ്റ്റേക്കിൽ പിടിച്ചതാണെന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒറിജിനലാണ്, എനിക്കിപ്പോൾ മനസ്സിലായി, ഞാൻ തന്നെയാണ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഇറങ്ങി. അപ്പോൾ അത് മോട്ടോർ വേയിൽ ഭയങ്കര സ്പീഡിൽ വണ്ടികൾ പോകുന്ന സമയത്ത് അപ്പോൾ അവർ എൻ്റെ അടുത്ത് ലൈസൻസ് ചോദിച്ചു. അപ്പോൾ ലൈസൻസ് എൻ്റെ ബാഗിലായിരുന്നു, ലാപ്ടോപ്പ് ബാഗ് വണ്ടിയുടെ ബാക്കിലായിരുന്നു. വണ്ടി വേണമെങ്കിൽ ഫുൾ ലോഡ് ഇൻസ്ട്രുമെൻറ്റ്സും DJ കൺസോളും എല്ലാം വെച്ചിട്ട് ഞാൻ അതിൽ നിന്ന് എടുക്കാൻ നോക്കി. ആ സമയത്ത് ഇത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, അവിടെ റോഡാണ്, കാരണം ഭയങ്കര സ്പീഡിൽ വണ്ടികൾ പോകുന്നു, അപകടത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യ്, നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ജംഗ്ഷൻ, ആ ജംഗ്ഷനിൽ പോയിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ ഞാൻ ഫോളോ ചെയ്തു. എൻ്റെ ഫ്രണ്ടിലും ബാക്കിലും എസ്കോർട്ട് പോലെ 2 വണ്ടി. അങ്ങനെ അവിടെ ചെന്നു, ഞാൻ ലൈസൻസ് കൊടുത്തു. അവർ വെരിഫൈ ചെയ്തപ്പോൾ അവർക്ക് കുഴപ്പമില്ല. ആ ലൈസൻസ് വെച്ചിട്ട് വെരിഫൈ ചെയ്ത് അവരെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു, ആ ലൈസൻസ് നമ്പർ വെച്ച് വെരിഫൈ ചെയ്തു. അപ്പോൾ ഇത് ഒറിജിനൽ RC ഓണറുടെ നമ്പർ തന്നെയാണെന്ന് മനസ്സിലായി. അവർ പറഞ്ഞു ഓക്കെ സോറിയൊക്കെ പറഞ്ഞു എന്നോട്, എന്നിട്ട് വിട്ടോളാൻ പറഞ്ഞു. പിന്നീട് കുറേ നാൾക്ക് ശേഷം നമുക്ക് അങ്ങനെ PCN കിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു വണ്ടി പിടിച്ചിട്ടുണ്ടാവും, കാരണം വണ്ടി പിടിച്ചാൽ ഇവർ നമ്മളോട് പറയില്ല. അങ്ങനെയാണ് ഇവിടുത്തെ രീതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ പരിപാടി അങ്ങനെ സോൾവ് ചെയ്തു. അങ്ങനെ നമ്മൾ 2 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ പേരിൽ കയറിയിട്ടുണ്ട്. ഇതാണ് ട്രെയിൻ കണ്ടോ. ഇപ്പോൾ കോളിൻ്റെയിൽ സ്റ്റേഷനിലോട്ട് നമ്മുടെ ഹെൻഡനിൽ നിന്ന് വരുന്ന ട്രെയിനായി കാണുന്നത്. ഇതാണ് ഇവിടുത്തെ ട്യൂബ് ട്രെയിൻ. ഇപ്പോൾ കോളിൻ്റെയിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകണ്ട. ഇവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് കാർ വന്നില്ലേ, അതിൽ നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേൺഡോക്കിലോട്ട് പോകാം. നമുക്ക് മോറിസൺസ് അസ്തയിലേക്കൊക്കെ പോകാനായിട്ട് അതിലേയും പോകാം കേട്ടോ. ഞാൻ ചില സമയത്ത് ട്രാഫിക് പ്രശ്നമുള്ള സമയത്തും ബ്ലോക്കൊക്കെ ഉള്ളപ്പോൾ അതിലേ പോകാറ്. ഇത് നമ്മൾ റൗണ്ട് ബോട്ടിലെത്തി. ഇവിടെ നിന്ന് റൈറ്റിൽ നിന്നൊരു കാർ വരുന്ന കാരണം നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യണം. റൗണ്ട് ബോട്ടിൽ അങ്ങനെയാണ്, റൈറ്റിൽ നിന്ന് പറഞ്ഞ വണ്ടിക്ക് പ്രയോറിറ്റി. അപ്പോൾ ഫ്രീ ആയി നമ്മളിനി റൈറ്റിലോട്ടാണ് പോകണേ, 3rd എക്സിറ്റിലോട്ടാണ് പോകണേ. അപ്പോൾ നമ്മളിവിടെ ഫോളോ ചെയ്യുന്നു. അങ്ങനെ 3rd എക്സിറ്റിൽ കൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇതൊക്കെ കോളിൻ്റെയിലിൻ്റെ ഭാഗമായിട്ടോ കണ്ടോ. കോളിൻ്റെയിൽ പാർക്ക്, കോളിൻ്റെയിൽ കണ്ടോ ഫ്ലാറ്റുകൾ. ഇവിടെ നിന്ന് ഈ കട്ടിങ്ങിൽ നിന്ന് ലെഫ്റ്റ് പോയാലും നമുക്ക് RAF മ്യൂസിയത്തിലേക്ക് എളുപ്പം എത്താം. പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ പോകാം. റൗണ്ട് ബോട്ട് കൂടാതെ നമുക്ക് പോകാനുള്ള വഴിയാണ്. നമുക്ക് റോട്ടിൽ നിന്ന് മാറി ഒന്ന് പാവമെൻറ്റി കൂടെ ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഇന്നത്തെ തേരാപാരം നമ്മൾ ഏതാണ്ട് തീർന്നു കേട്ടോ. നമ്മുടെ ഫ്ലാറ്റാണ് നേരെ കാണണേ. നമ്മളിപ്പോൾ കോളിൻ്റെയിലും കറങ്ങി, കഴിഞ്ഞ ദിവസം ഹെൻഡൻ കറങ്ങി, തിരിച്ച് നമ്മുടെ ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ.